യാസിക്ക് പിന്നെയും പനി അടിച്ചു കേട്ടോ. പനിയായിട്ടില്ല, ഭയങ്കര ചുമയ്ക്കുമ്പോൾ അവന് ഭയങ്കര വയറുവേദന, അങ്ങനെ പ്രശ്നം. ഇനി വെള്ളം കുടിക്കാഞ്ഞിട്ടാണോ എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ഞാൻ നമ്മുടെ അവനെ ഷാജി ഡോക്ടറെ കാണാൻ നമ്മളെ വർക്കലയിലെ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ജോലി സ്ഥലത്ത് നിന്ന് നേരെ ഇങ്ങോട്ടാണ് വന്നത് കേട്ടോ. അതുകൊണ്ട് MRI നമ്പരൊന്നും ഇല്ലായിരുന്നു. ഹോസ്പിറ്റലിൽ വന്ന് അവർക്ക് ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് MRI നമ്പർ എടുത്തു തരാനൊക്കെ ഭയങ്കര പാടായിരുന്നു, ഫയൽ എടുക്കാനൊക്കെ. പിന്നെ നമ്മൾ ഡോക്ടറെയൊക്കെ കാണിച്ചിട്ട് വന്ന് മരുന്ന് മേടിച്ച് ഒരു 3 ടൈപ്പ് ഗുളിക, ആൻറ്റിബയോട്ടിക്കും ഉണ്ട് കേട്ടോ. ആൻറ്റിബയോട്ടിക്കും പിന്നെ ജലദോഷത്തിൻ്റെ ഗുളികയും ചുമയുടെ മരുന്നും എല്ലാം കൂടെ 100-500 രൂപ ഇന്നായി ആശുപത്രിയിൽ തന്നെ. പിന്നെ ഒന്ന് മരുന്നൊക്കെ മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്ന് അപ്പോൾ അപ്പച്ചി അയല തന്നായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് അയല കറി വെച്ച് ഇന്നത്തെ ഡിന്നറിന് അയലക്കറിയും ചോറും കപ്പയും മീൻ വറുത്തതുമാണ് കേട്ടോ. ഇന്നെനിക്ക് ജോലി കുറച്ച് നേരത്തെ കഴിഞ്ഞു. യാസിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളെ എടുത്തോളായിരുന്നു. പിന്നെ നല്ല മീൻ അയല വറുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇപ്പം മര്യാദയ്ക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്തെന്നറിയാൻ വയ്യ. പകലിനി ഫുഡൊക്കെ കഴിക്കാതിരുന്നിട്ടാണോ എന്തോ ഈ വെയിലത്തുള്ള അലച്ചിൽ വണ്ടി ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോണതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. എനിക്ക് ഫുഡ് ഇപ്പോൾ കഴിക്കാൻ വലുതായിട്ട് പറ്റുന്നില്ല. വീട്ടിൽ വന്നാലും അതേ കണക്ക് തന്നെ. പിന്നെ ഞാൻ ഈ ചെയ്യുന്ന എന്താണെന്ന്, ഈ മീൻ വറുക്കുന്ന എണ്ണ ഉണ്ടല്ലോ, അതിങ്ങനെ മീൻ കറിയിൽ ഒഴിച്ചു കൊടുത്താൽ മീൻ കറിക്ക് ടേസ്റ്റ് കൂടും. ഇതെൻ്റെ അനിയത്തി എനിക്ക് പറഞ്ഞു തന്ന ടിപ്പാണ് കേട്ടോ. പിന്നെ അതാണ്ട് റേഷനരിയാണെന്ന് വേവിച്ചത്, റേഷനരി ചോറും പിന്നെ 2 കിഴങ്ങുണ്ടായിരുന്നു, അതും എടുത്ത് കറിയും വെച്ച്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.